ഹായ് ഫ്രണ്ട്സ്, കനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 6 പീസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് ഫുള്ളായിട്ടില്ല കേട്ടോ, അത്രയും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിൽ മാത്രമേ ബട്ടർ മിൽക്ക് റെഡി ആയിട്ട് വരുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചിക്കൻ മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നന്നായി മൂടി വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ 4 മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് പുറത്ത് തന്നെ വെച്ച് കൊടുക്കാം. ആ തണുപ്പൊന്ന് മാറുന്നത് വരെ നമുക്ക് പുറത്ത് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒന്നും കൂടെ തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് 1.25 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്തതിന് ശേഷം 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. തണുത്ത വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കലക്കിയെടുക്കാം. അധികം ലൂസാവാതെ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കലക്കി നോക്കാം. എനിക്കിവിടെ ഒരു ഗ്ലാസ് വെള്ളവും
ഒരു 1/4 ഗ്ലാസിൻ്റെ പകുതിയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തൊരു പാത്രത്തിലേക്ക് 1/4 ഗ്ലാസ് മൈദ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച നമ്മുടെ ചിക്കൻ തണുപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ വേണം നമ്മൾ മുക്കിയെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയിലും അതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം പൊടിയിൽ മുക്കിയെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തും അമർത്തി കൊടുക്കുക. തീരെ നനവില്ലാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. പൊടി ഒന്ന് തട്ടിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ മറ്റുള്ളതും ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊഴിച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ഭാഗവും വേവുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേവുകയാണെങ്കിൽ ഉള്ളും നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബ്രോസ്റ്റഡൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.